ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെക്ഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഫസ്റ്റ് ആർട്ടിക്കിൾ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ഈസ് റിലേറ്റഡ് ടു ക്ലൗഡ് സീഡിംഗ്. ഒന്നാമത്തെ പേജിലുള്ള ആർട്ടിക്കിൾ അല്ല. ഒന്നാമത്തെ പേജിൽ എന്താണ് നമ്മളുടെ മോന്ത ചുഴലിക്കാറ്റ് ലാൻഡ് ഹിറ്റ് ചെയ്തു എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളാണ്. അപ്പൊ അത് നമ്മൾ ഇന്നലെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യനുകളൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നാഷണൽ പ്രയോറിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നത്. സോ സെക്കൻഡ് പേജിലേക്ക് വരുമ്പോൾ, ഡൽഹി എഡിഷന്റെ സെക്കൻഡ് പേജിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു വാർത്തയാണ് ക്ലൗഡ് സീഡിങ്ങിനെ കുറിച്ചുള്ള വാർത്ത. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ക്ലൗഡ് സീഡിങ് എയറിലുള്ള ഒരു വിഷയമാണ്. നമ്മളുടെ ഡൽഹി പൊല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പൊല്യൂഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, അവളുടെ ഉള്ള ഹെയ്സ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്രിമ മഴ രൂപീകരിക്കുന്നു. സോ എന്താണ് ക്ലൗഡ് സീഡിങ്? അതിന് പകരം ക്ലൗഡ്സ് എന്താണ് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. എന്താണ് ക്ലൗഡുകൾ? മേഘങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു? മഴമേഘങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? നോർമലി ഇവാപറേഷൻ സംഭവിക്കുകയും മുകളിൽ പോയിട്ട് ആകാശത്ത് ചെന്നിട്ട് കണ്ടൻസേഷൻ പൂർത്തിയാവുകയും ചെയ്യും. ഓക്കെ, എന്താണ് കണ്ടൻസേഷൻ പൂർത്തിയാകുന്നു? ഈ കണ്ടൻസേഷൻ നടക്കണമെങ്കിൽ വെറുതെ നടക്കില്ല. പകരം ഈ കണ്ടൻസേഷൻ നടക്കാനായിട്ട് അവിടെ ഒരു കണ്ടൻസേഷൻ ന്യൂക്ലിയൈ എന്ന് പറയുന്ന ഒരു സാധനം വേണം. എന്താണ് ഈ കണ്ടൻസേഷൻ ന്യൂക്ലിയൈ? നമ്മുടെ സെല്ലുകളെ കുറിച്ചിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? സെല്ലിന്റെ അകത്ത് ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു സെന്റർ ഓഫ് ഏരിയ ഉണ്ട് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ക്ലൗഡുകൾ ഫോം ചെയ്യാനായിട്ട് ഒരു ഡസ്റ്റ് പാർട്ടിക്കിളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് അവിടെ വേണം. ആ സബ്സ്റ്റൻസിനെയാണ് കണ്ടൻസേഷൻ ന്യൂക്ലിയൈ എന്ന് പറയുന്നത്. ഓക്കെ, സോ കണ്ടൻസേഷൻ ന്യൂക്ലിയയുടെ ചുറ്റുമാണ് ഒരു കണ്ടൻസേഷൻ ന്യൂക്ലിയ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ അതൊരു ഡസ്റ്റ് പാർട്ടിക്കിൾ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിൽവർ അയോഡൈഡോ അങ്ങനെ എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് ആയിരിക്കാം അവിടെ ഉണ്ടാവുക. നോർമലി മഴമേഘങ്ങൾ ഫോം ചെയ്യുന്നത് ഈ ഡസ്റ്റ് പാർട്ടിക്കിൾ കണ്ടൻസേഷൻ ന്യൂക്ലിയ ആക്കിക്കൊണ്ടാണ്. ഇതൊരു കണ്ടൻസേഷൻ ന്യൂക്ലിയ ആണെങ്കിൽ ഇതിൽ വന്നിട്ട് വാട്ടർ വേപ്പറുകൾ പറ്റിപ്പിടിക്കുകയും ചുറ്റും എന്ത് വരും? മേഘങ്ങൾ ഫോം ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇങ്ങനെ ഒരു കണ്ടൻസേഷൻ ന്യൂക്ലിയയുടെ അഭാവം അവിടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ആർട്ടിഫിഷ്യൽ കണ്ടൻസേഷൻ ന്യൂക്ലിയയെ അങ്ങടേക്ക് വിടും. അതായത് ആർട്ടിഫിഷ്യൽ പാർട്ടിക്കിളുകളെ നമ്മൾ മുകളിലേക്ക് വിടും. അല്ലാണ്ട് മഴമേഘങ്ങൾ അല്ലെങ്കിൽ ക്ലൗഡ് സീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കൊണ്ടുപോയിട്ട് മുകളിൽ തളിക്കുന്നതിനെ അല്ല. പകരം ക്ലൗഡിന് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, ക്ലൗഡ് ഫോം ചെയ്യാനായിട്ടുള്ള കണ്ടൻസേഷൻ ന്യൂക്ലിയൈസിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ യൂസ് ചെയ്യുന്ന കണ്ടൻസേഷൻ ന്യൂക്ലിയൈസിനെയാണ് നമ്മൾ സിൽവർ അയോഡൈഡ്, ദെൻ എന്താണ് ഡ്രൈ ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഇറ്റ്സെൽഫ് തന്നെയാണ്, ദെൻ പ്രൊപ്പലിയം. അങ്ങനെ ഡിഫറെന്റ് കാര്യങ്ങൾ നമ്മൾ എന്തിനു യൂസ് ചെയ്യും? ഈ കണ്ടൻസേഷൻ ന്യൂക്ലിയൈസിന് യൂസ് ചെയ്യും. ഓക്കെ, സോ എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് ഉണ്ടാകണം, അതിന് ചുറ്റും മേഘം ഫോം ചെയ്യണം. ഇതിനെയാണ് ക്ലൗഡ് സീഡിംഗ് എന്ന് നോർമലി പറയുന്നത്. മനസ്സിലായോ? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒരു കണ്ടൻസേഷൻ ന്യൂക്ലിയ ഉണ്ടാവും. ആ കണ്ടൻസേഷൻ ന്യൂക്ലിയയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, സീഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൻഫാൾ ഇൻക്രീസ് ചെയ്യുക, വെതറിനെ റെഗുലേറ്റ് ചെയ്യുക, പൊല്യൂഷൻ കുറയ്ക്കുക. സോ നമുക്ക് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസുകളെല്ലാം നമുക്കറിയാം. ദെൻ എയർപോർട്ടിന്റെ ഓപ്പറേഷൻ, അതായത് ക്ലിയർ സ്കൈസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, ഫോർ എക്സാമ്പിൾ ഒരു ഹെയ്സ് വന്നിരിക്കുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾ കൊണ്ട് ഒരു സ്മോഗ് വന്നിരിക്കുന്ന സമയമാണ്. അവിടെ എന്ത് ചെയ്യും? ആ സ്മോഗിന് മീതെ നമ്മൾ കണ്ടൻസേഷൻ ന്യൂക്ലിയസിനെ സീഡ് ചെയ്യും ക്ലൗഡ് സീഡിങ്ങിലൂടെ. എന്നിട്ട് അവിടെ കൃത്രിമ മഴ പെയ്യിപ്പിക്കും. സോ ഈ ഫോഗുകളും ഡസ്റ്റുകളും സ്മോഗുകളും എല്ലാം താഴേക്ക് ഇരിക്കും. സോ നോർമലി എന്താകും? നമ്മളുടെ എൻവിറോൺമെന്റ് അല്ല, അറ്റ്മോസ്ഫിയറിന്റെ ക്ലാരിറ്റി വീണ്ടും കിട്ടും. ഓക്കെ, സോ ഇതെല്ലാമാണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസുകൾ നോക്കി, സിൽവർ അയോഡൈഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്, പൊട്ടാസ്യം അയോഡൈഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഡ്രൈ ഐസ് യൂസ് ചെയ്യുന്നുണ്ട്, ലിക്വിഡ് പ്രൊപ്പൈൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കണ്ടൻസേഷൻ ന്യൂക്ലിയ ആയിട്ട് ആക്ട് ചെയ്യും. അതായത് നമ്മൾ പ്ലെയിനിൽ കൊണ്ടുപോയിട്ട് സിൽവർ അയോഡൈഡിന്റെ ചെറിയ ചെറിയ ഫോമുകൾ നമ്മൾ ആകാശത്തേക്ക് വിതറി കൊടുക്കും. ഇത് കണ്ടൻസേഷൻ ന്യൂക്ലിയ ആയിട്ട് ആക്ട് ചെയ്തിട്ട് അതിന് ചുറ്റും ക്ലൗഡുകൾ ഫോം ചെയ്യും. ഇത്രയേ ഉള്ളൂ ക്ലൗഡ് സീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഒരു ക്ലൗഡ് സീഡിംഗ് ഇപ്പോ എന്താണ്? ക്ലൗഡ് സീഡിംഗ് നടത്താനായിട്ട് 18 പൈസയാണ് ഒരു ലിറ്ററിന് എന്തോ വില വരുന്നത്. അതായത് 1 ലിറ്റർ മഴ പെയ്യിക്കാനായിട്ട് 18 പൈസ മാത്രമേ ഇന്ത്യയിൽ വില വരുന്നുള്ളൂ. സോ എക്കോണമിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ക്ലൗഡ് സീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ
ക്ലൗഡ് സീഡിങ് ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള എയർക്രാഫ്റ്റുകൾ അത് സ്വന്തമായിട്ടുണ്ടെങ്കിൽ പൈസ കുറയും. ഈ 18 പൈസ എന്നുള്ള രീതിയിലേക്കൊക്കെ നമ്മളുടെ ക്ലൗഡ് സീഡിങ്ങിന്റെ പൈസ കുറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ, ക്ലൗഡ് സീഡിങ് നടത്തുന്നത് ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ്, അല്ലെങ്കിൽ ഏത് മിനിസ്ട്രിയുടെ ഗൈഡൻസിന്റെ അണ്ടറിലാണ്? മിനിസ്ട്രി ഓഫ് എൻവിറോൺമെന്റ് ഫോറസ്റ്റ് അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ്. ഏതായിരിക്കും? മിനിസ്ട്രി ഓഫ് എൻവിറോൺമെന്റ് ഫോറസ്റ്റിലേക്ക് പോകരുത്, മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് ആണ്. ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല, ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. എന്താണ് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ്? കാരണം എപ്പോ മഴ പെയ്യണം, എങ്ങനെയാണ് അതിന്റെ ഘടന, ഇതെല്ലാം തീരുമാനിക്കുന്നത് എൻവിറോൺമെന്റൽ ഫാക്ടർ മാത്രം നോക്കിയിട്ടല്ല. സോ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതും ക്രോഡീകരിക്കുന്നതും ആരാണ്? മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിന്റെ അണ്ടറിലാണ് ഇത് ക്ലൗഡ് സീഡിങ് ക്രോഡീകരിക്കുന്നത്. അവരാണ് ഇതിനെക്കുറിച്ച് പഠനം നടത്തുന്നത്. എപ്പോൾ മഴ പെയ്യണം, എന്തോരം സിൽവർ അയോഡൈഡ് യൂസ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് ഇവരാണ്. ഓക്കെ, സോ ആ കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. തെറ്റാനായിട്ട് സാധ്യതയുണ്ട്, കാരണം നമ്മൾ ക്ലൗഡ് സീഡിങ്ങിനെ കുറിച്ച് കേൾക്കുന്നത് എവിടെയാണ്? എൻവിറോൺമെന്റൽ പ്രോബ്ലം ഉള്ള സ്ഥലത്താണ്. പക്ഷേ എൻവിറോൺമെന്റൽ മിനിസ്ട്രി അല്ല ഇത് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ആർട്ടിക്കിളിലേക്ക് പോകാം. സെക്കൻഡ് ആർട്ടിക്കിൾ എന്താണ്? നമ്മുടെ എഡിറ്റോറിയൽ പോളിസിയാണ്. എഡിറ്റോറിയൽ പോളിസി ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ്? ഇന്ത്യ ASEAN റിലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ഇന്റർനാഷണൽ റിലേഷനുമായി ബന്ധപ്പെട്ടൊരു ന്യൂസ് ആയിരുന്നു. ഇന്ന് ക്രിട്ടിക്കൽ ആയിട്ട് തന്നെയാണ് ഹിന്ദു എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. ഒന്നുകൂടിയിട്ട് നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റിയെ ഒന്നും കൂടിയിട്ട് യൂസ്ഫുൾ ചെയ്യാമായിരുന്നു. കാരണം എന്താ? നമ്മളുടെ മോദിജി ഈ സബ്മിറ്റിലേക്ക് പോയിട്ടില്ല. ASEAN സബ്മിറ്റിൽ, ഇന്ത്യ ASEAN സബ്മിറ്റിലേക്ക് പോയിട്ടില്ല. പകരം ആരാണ്? ജയശങ്കർ സാറാണ് പോയിട്ടുണ്ടായിരുന്നത്. സോ അതിന് പല കാരണങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ ബീഹാറിൽ ഇലക്ഷൻ നടക്കുകയാണ്, അങ്ങനെ ഡിഫറെന്റ് കാര്യങ്ങളുണ്ട്. പക്ഷേ മോദി അവിടെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഈ ASEAN റീജിയനുമായിട്ടുള്ള കണക്ഷൻസ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. ഓക്കെ, സോ ASEANൽ ഒരു വില കൊടുക്കുന്നു എന്നുള്ളൊരു കാര്യം 2022 ഈ ന്യൂസിൽ തന്നെ പറയുന്നുണ്ട്. 2022 മോദിജി ഈ ASEAN സബ്മിറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല, ഡിഫറെന്റ് കാരണങ്ങൾ കൊണ്ട് തന്നെ. പക്ഷേ അതൊരു കല്ലുകടിക്ക് സാധ്യത ഉണ്ടായിട്ടുണ്ടായിരുന്നു 2022. സോ എന്തായാലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യരുതായിരുന്നു എന്നാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. സോ ASEAN ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ 10 രാജ്യങ്ങൾ അടങ്ങുന്ന സംഘടനയാണ് ASEAN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബാങ്കോക്ക് ഡിക്ലറേഷൻ പ്രകാരം ഫോം ചെയ്ത 1967 ഫോം ചെയ്ത സംഘടനയാണ് നമ്മളുടെ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്ലോബൽ GDPയുടെ 6th ലാർജസ്റ്റ് പാർട്ണർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പിംഗ് ആണ്. ഇന്റർ ഗവൺമെന്റൽ ഗ്രൂപ്പിംഗ് ആണ് നമ്മളുടെ ASEAN ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് എഡിറ്റോറിയൽ മീൻസ് ആൻ ഓപ്പൺ എഡിറ്റോറിയൽ. ഓപ്പൺ എഡിറ്റോറിയലും അത്ര വലിയ ദീർഘമായിട്ടുള്ള ഡിസ്കഷനിലേക്ക് പോകണ്ട, ഇത് വായിക്കാതെ നിങ്ങൾ വിട്ടോളൂ. ഈ ഒരു ഓപ്പൺ എഡിറ്റോറിയൽ എന്താണ് ഇവിടെ പറയുന്നത്? അതായത് ഈ മൈഗ്രേഷന്റെ ഒരു ഹിസ്റ്ററിയെ US-ഉമായിട്ടൊന്ന് കണക്ട് ചെയ്തിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതായത് കറന്റ്ലി ഉള്ള US-ന്റെ പോളിസീസിനെ മൈഗ്രേഷന്റെ ഹിസ്റ്ററി, അതായത് കൊളംബസ് വന്ന കഥ അല്ലെങ്കിൽ ബാക്കിയുള്ള മൈഗ്രേഷൻ ഉണ്ടായ കഥയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. നോട്ട് റെലവന്റ് ടു UPSC പ്രിപ്പറേഷൻ. നിങ്ങൾക്കൊരു അറിവുണ്ടാക്കണമെങ്കിൽ വായിക്കണമെങ്കിൽ വായിച്ചോളൂ, അല്ലാണ്ട് UPSC പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടന്റ് അല്ലാത്തൊരു ന്യൂസ് ആണ്. തേർഡ് ആർട്ടിക്കിൾ, അതും സെക്കൻഡ് ഓപ്പൺ എഡിറ്റോറിയൽ ആണ്. സെക്കൻഡ് ഓപ്പൺ എഡിറ്റോറിയൽ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ്. എന്താണ്? 2025 നൊബേൽ പ്രൈസ് ഇൻ എക്കണോമിക്സ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്നവേഷൻ എങ്ങനെ എക്കോണമിയെ ഹെൽപ്പ് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു നൊബേൽ സമ്മാനം കൊടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നവേഷൻ എങ്ങനെ എക്കോണമിയെ ഹെൽപ്പ് ചെയ്യുന്നു, എക്കോണമിയെ സ്റ്റെബിലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ആക്കാൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു? ജോയൽ മോക്കിർ, ഫിലിപ്പ് ഏഗിയൻ ആൻഡ് പീറ്റർ ഹോവിറ്റ്, ഇങ്ങനെ 3 പേർക്കാണ് എന്ത് കൊടുത്തത്? നൊബേൽ സമ്മാനം കൊടുത്തത്. സോ ജോയൽ മോക്കിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ എക്കോണമിസ്റ്റ് ആണ്. അതായത് എക്കോണമിയുടെ ചരിത്രം പഠിക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അനലൈസ് ചെയ്യുക, അല്ലാണ്ട് ഒരു ഫിനാൻഷ്യൽ എക്കോണമിസ്റ്റ് അല്ല. ദെൻ ഒരു പൊളിറ്റിക്കൽ എക്കോണമിസ്റ്റ് അല്ല. എക്കണോമിക്സിലെ ഡിഫറെന്റ് ടൈപ്പുകൾ ഉണ്ട്. സോ എക്കണോമിക്സിലെ ചരിത്രവും എക്കണോമിക്സ് എങ്ങനെയാണ് രൂപപ്പെട്ടതെന്നും അതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണമെന്നും അതിനെ ബേസ് ചെയ്തുകൊണ്ട് എക്കോണമിയെ ഡിഫൈൻ ചെയ്യുന്ന ഒരാളാണ് ഈ ജോയൽ മോക്കർ എന്ന് പറയുന്നത്. ഈ ജോയൽ മോക്കർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസ്താവന നടത്തി. അതായത് ഹിസ്റ്റോറിക്കൽ എക്കോണമിസ്റ്റുകൾക്ക്, അതായത് ഹിസ്റ്ററിയെ കുറിച്ച് പഠിച്ചുകൊണ്ട് എക്കണോമിക്സിനെ ഡിവൈഡ് ചെയ്യുന്ന ആളുകൾക്ക് പൊതുവെ നൊബേൽ സമ്മാനങ്ങൾ കിട്ടാനായിട്ട് ഭയങ്കര പാടാണ് എന്നൊരു പ്രസ്താവന നടത്തി. ആ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇങ്ങനെയൊരു എന്ത് വന്നിരിക്കുന്നത്, ഒരു ഓപ്പൺ എഡിറ്റോറിയൽ വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇവരുടെ സംഭാവനയെ കുറിച്ച് നമ്മൾ ഒന്ന് നോക്കി പോകണം. ജോയൽ മോക്കർ
ജോയൽ മോക്കർ സോഷ്യോളജി ഓപ്ഷനിലായിട്ട് എടുത്തവര് കൃത്യമായിട്ട് നോക്കേണ്ട ഒരു പേരാണ് ജോയൽ മോക്കർ. ജോയൽ മോക്കർ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് അദ്ദേഹത്തിന് നോബൽ സമ്മാനത്തിന് അർഹമാക്കിയ കാര്യമാണ്. എന്താണ്? നിങ്ങൾ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അല്ലെങ്കിൽ ഒരു ഇന്നോവേഷൻ സസ്റ്റൈനബിൾ ആയിരിക്കണം എന്നല്ലേ നമ്മളുടെ ടോട്ടൽ തിയറി പറയുന്നത്. അതായത് ജോയൽ മോക്കർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നോവേഷൻ കൊണ്ട് മാത്രം ഒരിക്കലും ഒരു റെവല്യൂഷനും സംഭവിക്കുകയില്ല. ഫോർ എക്സാമ്പിൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സംഭവിച്ചതിന് കാരണം നമ്മളുടെ ഒരുപാട് മെഷീനറി കണ്ടുപിടിച്ചു, സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചു. ഇതുകൊണ്ടൊന്നുമല്ല, ഇതൊരു ഫാക്ടറാണ്, സമ്മതിച്ചു. സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചു, ദെൻ എന്താണ്, ഇൻഡസ്ട്രിയൽ അതർ എഞ്ചിൻ കണ്ടുപിടിച്ചു, ആവി കപ്പൽ കണ്ടുപിടിച്ചു, ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചു. ഇതെല്ലാം ഫാക്ടറാണ്. പക്ഷേ എന്താണ്, ഒരു ഇന്നോവേഷൻ സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു സോഷ്യൽ സിസ്റ്റം വേണം. സോഷ്യൽ സിസ്റ്റം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ സോഷ്യോളജി പഠിച്ചവര്? ഒരു സോഷ്യൽ സിസ്റ്റം വേണം എന്ന് ആര് പറഞ്ഞു? നമ്മളുടെ ജോയൽ മോക്കർ പറഞ്ഞു സോഷ്യൽ സിസ്റ്റം. സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാണ്ട്, അതായത് സമൂഹം അതിന് പ്രാപ്തരല്ല എങ്കിൽ ഒരു ഇന്നോവേഷനും നടക്കില്ല. അതിന് അദ്ദേഹം ഉദാഹരണമായിട്ട് പറഞ്ഞത് എന്താണ്? നമ്മളുടെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആണ്. അവിടെ ആ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നു കഴിഞ്ഞപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സമൂഹം അവിടെ ഉണ്ടായിരുന്നു, കുറച്ചു പേരുണ്ടായിരുന്നു. അതിനനുസരിച്ച് വർക്ക് ചെയ്യാനായിട്ടുള്ള നോളജ് നെറ്റ്വർക്കുകൾ ഉണ്ടായിരുന്നു, ഇൻഫ്രാസ്ട്രക്ചറുകൾ അതിനനുബന്ധമായിട്ട് ഫോം ചെയ്തു. ദെൻ വർക്ക് ചെയ്യാനായിട്ടുള്ള ആളുകൾ, ലേബർ, പണം മുടക്കാനായിട്ടുള്ള ആളുകൾ, റിലീജിയസിന്റെ സപ്പോർട്ടുകൾ കുറഞ്ഞു വരുന്നു, ഗിൽഡ് മാസ്റ്ററും വേലക്കാരനും എന്നുള്ള രീതിയിൽ നിന്ന് മാറുന്നു. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ട്, അതായത് മെഷീൻസ് മാത്രമല്ല, മെഷീൻസ് ഉണ്ടാക്കി അവിടെ വെച്ചിട്ട് റെവല്യൂഷൻ വരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവില്ല. പകരം അതിന് പ്രാപ്തമാക്കുന്ന ഒരു സോഷ്യൽ സിസ്റ്റം നിലമൊരുങ്ങണം. എന്നാൽ മാത്രമേ മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ട്, വിത്ത് മാത്രം കൊണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? വിളവ് പുറപ്പെടുവിക്കാനായിട്ട് പറ്റില്ല. സോ ഒരു സോഷ്യൽ ഇന്നോവേഷൻ നടക്കണമെങ്കിൽ, ഒരു എക്കോണമി വളരണമെങ്കിൽ, അവിടെ ഒരു പുതിയ പ്രൊഡക്റ്റ് വരണമെങ്കിൽ എന്ത് വേണം? അതിന് ഒരു സോഷ്യൽ സിസ്റ്റം കൂടിയിട്ട് ഈക്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പറ്റുകയുള്ളൂ. ആര് പറഞ്ഞു? നമ്മളുടെ ജോയൽ മോക്കർ പറഞ്ഞു. സോഷ്യോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഇദ്ദേഹത്തിന്റെ. ചിലപ്പോൾ ഈ വർഷം നമ്മളുടെ മെയിൻസിന് ചോദിക്കാം. ദെൻ ബാക്കി രണ്ടുപേരും പറഞ്ഞത് എന്താണ്? സോ ജോയൽ മോക്കർ എന്ത് ചെയ്തു? ജോയൽ മോക്കർ നമ്മളുടെ ഫസ്റ്റ് എക്കോണമിക് ആക്ടിവിറ്റിയെ ഡിഫൈൻ ചെയ്തു, അല്ലെങ്കിൽ എങ്ങനെയാണോ ഒരു എക്കോണമിക് ആക്ടിവിറ്റി വരുന്നത് എന്ന് ഡിഫൈൻ ചെയ്തു. ഫിലിപ്പ് ഏഗിയനും പീറ്റർ ഹോവിറ്റും എന്ത് ചെയ്തു? ഇന്നോവേഷൻ എക്കോണമിയെ എങ്ങനെ സസ്റ്റൈനബിൾ ആയിട്ട് നിർത്തുന്നു എന്ന് ഡിഫൈൻ ചെയ്തു. ഓക്കെ, ഇന്നോവേഷൻ എങ്ങനെയാ സസ്റ്റൈനബിൾ ആയിട്ട് നിർത്തുന്നത്? അതായത് കൺസ്ട്രക്റ്റീവ് ഡിസ്ട്രക്ഷനിസം. ഞാൻ എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ കൺസ്ട്രക്റ്റീവ് ഡിസ്ട്രക്ഷനിസം? അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ മെറ്റ എന്ന് പറയുന്നത്, ഗൂഗിൾ എന്ന് പറയുന്നത് എല്ലാ കമ്പനികളെക്കാളും മേലെ നിൽക്കുന്ന, അതായത് ആൻഡ്രോയിഡ് പ്രൊഡക്ഷൻ ആണെങ്കിലും ഗൂഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കമ്പനീസിനെയും മേലെ നിൽക്കുന്ന ഒരു കമ്പനിയാണ്. സോ ഗൂഗിൾ ബിക്കം എ മൊണോപ്പൊളി. ആ സമയത്ത് എന്ത് ചെയ്യും? ഒരു പുതിയ ഇന്നോവേഷൻ വരും. ഫോർ എക്സാമ്പിൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓപ്പൺ എഐയുടെ ഇന്നോവേഷൻ വന്നു കഴിഞ്ഞപ്പോൾ, നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ChatGPT വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഗൂഗിളിനെ ആശ്രയിക്കുന്നത് കുറഞ്ഞു. സോ ന്യൂ ടെക്നോളജി വന്നു. സോ ഗൂഗിളിന്റെ മോണോപോളിയെ തകർക്കാനായിട്ട് ചിലപ്പോൾ ഈ ന്യൂ ടെക്നോളജിക്ക് കഴിഞ്ഞേക്കാം. അങ്ങനെയാണെങ്കിൽ പുതിയൊരു സോഷ്യൽ ഓർഡർ വരും. മോണോപോളി മാറിയിട്ട് പുതിയ ആളുകൾ, പുതിയ പ്ലെയേഴ്സ് എക്കോണമിയിലേക്ക് വരികയും എക്കോണമി സസ്റ്റൈനബിൾ ആയിട്ട് നിൽക്കുകയും ചെയ്യും. ഇതാണ് ആര് എക്സ്പ്ലെയിൻ ചെയ്തത്? നമ്മളുടെ ഫിലിപ്പ് ആഗിയനും പീറ്റർ ഹോവിറ്റും എക്സ്പ്ലെയിൻ ചെയ്തത്. മനസ്സിലായോ എങ്ങനെയാണ് ഇന്നോവേഷൻ സസ്റ്റൈനബിലിറ്റിയെ അഫക്ട് ചെയ്യുന്നത്? ഓക്കെ, സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ രണ്ട് കാര്യവും എക്സ്പ്ലെയിൻ ചെയ്യാം. ജോയൽ മോക്കറിന്റെ എക്സ്പ്ലനേഷൻ എങ്ങനെയാണ്? അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാത്രം ഉണ്ടായതുകൊണ്ട് ഒരു കാര്യമില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് കൃത്യമായിട്ട് എക്കോണമിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ സമൂഹത്തിൽ വർക്ക് ചെയ്യണമെങ്കിൽ അതിന് ഒരു സോഷ്യൽ സിസ്റ്റം വേണം. എന്താണ് ഈ സോഷ്യൽ സിസ്റ്റം? സോഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനസ്സിലാകുന്ന ആളുകൾ വേണം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രവർത്തിക്കാനായിട്ട് കഴിവുള്ള എംപ്ലോയീസ് വേണം, ഇതുമായി ബന്ധപ്പെട്ടിട്ട് വർക്ക് ചെയ്യാൻ തൽപരരായിട്ടുള്ള ആളുകൾ വേണം, ഇന്റർനെറ്റ് കണക്ഷൻസ് വേണം. ഇതെല്ലാം എന്താണ്? സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഭാഗമാണ്. അതൊന്നും ഇല്ലാണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെറുതെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് എക്കോണമിയെ ഹെൽപ്പ് ചെയ്യുമോ? ഇല്ല. സോ അതാണ് ജോയൽ മോക്കറിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. സോ ഈ രണ്ട് കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക. ഇഫ് യു ആർ എ സോഷ്യോളജി പെർസ്പെക്റ്റീവ് സ്റ്റുഡന്റ് ഓർ എന്താണ്
സോഷ്യോളജി പെർസ്പെക്റ്റീവിലാണ് കുറച്ചും കൂടി ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. PSIR കാര്യങ്ങളിലൊന്നും അങ്ങനെ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഡെഫിനേഷൻ അല്ല. ഓക്കെ, സോ ആ ഒരു കാര്യം, ആ ഒരു ഡിസ്കഷൻ ഒന്ന് ഓർത്തിരിക്കുക. എക്കോണമിയിൽ എങ്ങനെയാണ് ഈ രണ്ട് പേരും ഇമ്പോർട്ടന്റ് ആയിട്ട്. ദെൻ എങ്ങനെയാണ് നോബൽ പ്രൈസ് കിട്ടിയത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൺസ്ട്രക്റ്റീവ് ഡിസ്ട്രക്ഷനിസത്തിന്റെ കാര്യമൊക്കെ നമ്മൾ നൊബേൽ പ്രൈസ് പ്രഖ്യാപിച്ച ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ആ ഒരു ഡിസ്കഷൻ കൃത്യമാണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഡിസ്കഷൻ ഈസ് റിലേറ്റഡ് ടു ഇന്ത്യാസ് 6G വിഷൻ. എന്താണ് ഇന്ത്യയുടെ 6G വിഷൻ? എന്താണ് 6G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഇന്നത്തെ പത്രത്തിലുള്ള ന്യൂസ് അല്ല, പകരം പ്രസ് ഇൻഫോർമേഷൻ ബ്യൂറോയുടെ വെബ്സൈറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ന്യൂസ് ആണ്. ഇന്നത്തെ പത്രം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ വലിയ കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. സോ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസ് ഇൻഫോർമേഷൻ ബ്യൂറോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ കൂടിയിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. സോ എന്താണ് ഈ 6G വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? 2G, 3G, 4G, നമ്മളിലേക്ക് ചില ഫോണുകൾ ചിലപ്പോൾ 4Gയോ 5Gയോ ആയിരിക്കാം. 5Gക്ക് എയർടെൽ ഒക്കെ ആണെങ്കിൽ അൺലിമിറ്റഡ് നെറ്റുകൾ കിട്ടുന്നുണ്ട് ഇടക്ക്. ഓക്കെ, ദെൻ 6G എന്ന് പറയും. എന്താണ് ഈ G ഫോർ ജനറേഷൻ. ഓരോ ജനറേഷൻ കഴിയുമ്പോഴും 2Gയിൽ നിന്ന് 3Gയിലേക്ക് വരുമ്പോഴും എന്താണ് നമുക്ക് ഫീൽ ആവുന്നത്? നമുക്ക് ഫീൽ ആകുന്നത് നെറ്റിന്റെ സ്പീഡ് കൂടുന്നു, ലേറ്റൻസി കുറയുന്നു, അല്ലെ? പണ്ട് 4G ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ വന്ദേ ഭാരത് അല്ലെങ്കിൽ നമ്മളുടെ ജനശതാബ്ദി ട്രെയിനിലൊക്കെ കയറി കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ കിട്ടില്ല, സ്പീഡ് കൂടുന്ന സമയത്ത് നെറ്റ് കട്ടായി പോകും. ഇന്ന് 5G ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നെറ്റിലിരുന്ന് വീഡിയോ കാണുന്നവരുണ്ട്, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ കാണുന്നവരുണ്ട്, ക്ലാസ്സുകൾ കാണുന്നവരുണ്ട്. സോ എന്താണ് ലേറ്റൻസി എന്ന് പറയുന്ന ഒരു സംവിധാനം കുറഞ്ഞിരിക്കുകയാണ്. സോ ഈ 6G, 4G, 5G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടെക്നോളജി. എന്ത് ടെക്നോളജിയാണത്? ഇത് നമ്മളുടെ ഒരു ബ്രോഡ്ബാൻഡ് ടെക്നോളജിയാണ്. ഏത് വേവിന്റെ അടിസ്ഥാനത്തിലാണ്? മില്ലിമീറ്റർ വേവ് സ്പെക്ട്രത്തിന്റെ ഉള്ളിലാണ് നമ്മളുടെ 5G ടെക്നോളജി വരുന്നത്. 5G ടെക്നോളജി എന്ന് പറയുമ്പോൾ എന്താണ്? മില്ലിമീറ്റർ വേവ് ബാൻഡ്വിഡ്ത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ മില്ലിമീറ്റർ വേവ് സ്പെക്ട്രത്തിന്റെ അണ്ടറിലാണ് നമ്മളുടെ 5G ടെക്നോളജി വരുന്നത്. മില്ലിമീറ്റർ വേവ് സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 GHz മുതൽ 300 GHz വരെയാണ്. എന്താണ്? 30 GHz മുതൽ 300 GHz വരെയാണ് നമ്മളുടെ മില്ലിമീറ്റർ വേവ് സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ 5G ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എന്താണ്, നമ്മളുടെ 30 GHz മുതൽ 300 GHz വരെയുള്ള മില്ലിമീറ്റർ വേവ് സ്പെക്ട്രത്തിൽ പ്രവർത്തിക്കുന്ന, സോ അതിന്റെ വേവുകൾ, അതായത് 3G കണക്ടിവിറ്റിയുടെ വേവുകൾ 300 മില്ലിമീറ്റർ വേവ് ബാൻഡ്വിഡ്ത്തിലുള്ള മില്ലിമീറ്റർ വേവ് സ്പെക്ട്രത്തിൽ പെടുന്ന വേവുകളായിരിക്കും അത് വികിരണം ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ലേറ്റൻസി ആയിരിക്കും. ലേറ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ തന്നെ പോയിട്ട് തിരിച്ചു വരാനായിട്ട്, അതായത് ഒരു വേവ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പോയിട്ട് തിരിച്ചു വരാനായിട്ടുള്ള സാധ്യത കുറവാണ്. മീൻസ് പോയിട്ട് അപ്പൊ തന്നെ തിരിച്ചു വരും. ലേറ്റൻസി ഒന്നുമില്ല, ലേറ്റ് ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. സോ നമുക്ക് ഈസി അവൈലബിലിറ്റി, ഇന്റർനെറ്റിന്റെ ഈസി അവൈലബിലിറ്റി കിട്ടും. ദെൻ വാട്ട് കംസ് ടു 6G. 5Gയിൽ നിന്ന് 6Gയിലേക്ക് മാറുമ്പോൾ, 6th ജനറേഷനിലേക്ക് മാറുമ്പോൾ എന്താ വ്യത്യാസം വരുന്നത്? 6Gയിലേക്ക് മാറുമ്പോൾ മേജർ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ജിഗാ ഹെഡ്സ് മാറിയിട്ട് ടെറാ ഹെഡ്സ് ആവും. നമ്മളുടെ പെൻഡ്രൈവുകളിൽ ഉണ്ടല്ലോ, പണ്ട് പെൻഡ്രൈവുകൾ അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് എന്ന് പറയുക, സാൻഡ് ഡിസ്ക് എന്നൊക്കെ പറയും, അത് 3 MB ഉള്ള സാധനമൊക്കെ ആയിരുന്നു. ദെൻ 16 GB ഹാർഡ് ഡിസ്ക് വന്നു. ദെൻ 1 TB എന്ത് വന്നു? പെൻഡ്രൈവ്, 16 GB പെൻഡ്രൈവ് വന്നു. ദെൻ 1 TB 2 TB ഹാർഡ് ഡിസ്കുകൾ വന്നു. അതേപോലെ 6th ജനറേഷൻ മാറുമ്പോൾ ജിഗാ ഹെഡ്സ് മാറിയിട്ട് സബ് ടെറാഹെഡ്സ് റീജിയനിലേക്ക് പോകും. ഓക്കെ, എന്തിലേക്കാ പോകുന്നത്? വേവ് സ്പെക്ട്രം അത് പുറപ്പെടുവിക്കുന്നത്. ഇപ്പൊ 5G ആന്റിനയിൽ നിന്ന് അല്ലെങ്കിൽ 5G ഫോണിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന വേവുകൾ ഏത് വേവ് ലെങ്തിലായിരിക്കും പോകുന്നത്? നമ്മളുടെ 100 GHz അല്ല, 1 ടെറാഹെഡ്സ് എന്ന് പറയുന്ന THz എന്ന് പറയുന്ന വേവ് ലെങ്തിലായിരിക്കും അത് പോകുന്നത്. ഓക്കെ, എന്നാൽ ടെറാഹെഡ്സിൽ മാത്രമായിരിക്കും പോകുന്നത്? അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കി, നിങ്ങൾ ഈ ഒരു പിക്ചറിൽ നോക്കി, ഈ ഒരു പിക്ചറിൽ 24 GHz മുതൽ 100 GHz വരെയാണ് നമ്മളുടെ 5G യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. മില്ലിമീറ്റർ വേവ് സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 GHz മുതൽ 300 GHz വരെ. അതായത് ഈ 100 GHz കഴിഞ്ഞിട്ട്
ഒരു 200 ജിഗാ ഹെഡ്സ് ഇപ്പുറത്തേക്ക് വരെ ഉണ്ട് മില്ലിമീറ്റർ വേവ് സ്പെക്ട്രം. ദെൻ അതിനുശേഷമാണ് എന്ത് വരുന്നേ, ടെറാ ഹെഡ്സുകളുടെ ഒരു ഫോർമേഷൻ വരുന്നത്. ആണോ? 300 ജിഗാ ഹെഡ്സിന് ശേഷം. സോ ഇത് 6G എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ മില്ലിമീറ്റർ വേവ് സ്പെക്ട്രത്തിലും പ്രവർത്തിക്കും, ടെറാ ഹെർട്സിലും പ്രവർത്തിക്കും. ഓക്കെ, അതിനെ നമ്മൾ വിളിക്കുന്നതാണ് സബ് ടെറാ ഹെർട്സ് എന്ന് പറയും. ഓക്കെ, സബ് ടെറാ ഹെർട്സ് ആ ഒരു ടെറാ ഹെർട്സിലേക്ക് എത്തുന്നില്ല, അതിന്റെ താഴെയുള്ള പ്രവർത്തനങ്ങൾ 300 ജിഗാ ഹെർട്സിന് മേലെയുള്ള പ്രവർത്തനങ്ങൾ, സിമ്പിൾ ആയിട്ട് അങ്ങനെ ഓർത്താൽ മതി. 300 വരെയാണ് 5G, എന്നാൽ 300 ജിഗാ ഹെർട്സിന് മേലെയുള്ള വേവ് ലെങ്തിലായിരിക്കും ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇതിന്റെ എന്താണ്, ഇതിന്റെ ഉദ്ദേശം എങ്ങനെയാണ്, ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ നിയർ സീറോ ലേറ്റൻസി ആണ്. 5Gയിൽ ലേറ്റൻസി നമ്മൾ കുറയ്ക്കും, പക്ഷേ 6Gയിൽ നിയർ സീറോ ലേറ്റൻസി സീറോ ആയിരിക്കും, ഓൾമോസ്റ്റ് സീറോ ആയിരിക്കും. ദെൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് യൂട്ടിലൈസ് ചെയ്യുന്നത്? റിയൽ ടൈം എന്താണ് ഓപ്പറേഷൻസ് ഒക്കെ നടത്തുമല്ലോ, അതായത് നമ്മളിപ്പോ റോബോട്ടിക് ഓപ്പറേഷൻസ് ഒക്കെ നടത്തുകയാണ്. റോബോട്ടിക് ഓപ്പറേഷൻസ് നടത്തുമ്പോൾ എന്താ ചെയ്യുക? റോബോട്ടിക് ഓപ്പറേഷൻസ് നടത്തുമ്പോൾ വേറെ ഏതെങ്കിലും സ്ഥലത്തുള്ള ഒരാൾ, ഒരു ഡോക്ടർ റോബോട്ടിന്റെ സഹായത്തോടെ, അതായത് ഇന്റർനെറ്റിന്റെ സഹായത്തോടുകൂടി റോബോട്ടിനെ മോണിറ്റർ ചെയ്തിട്ട് റോബോട്ടിനെ അതായത് മനുഷ്യനെ ഓപ്പറേറ്റ് ചെയ്യും. ഈ സമയത്ത് ലേറ്റൻസി ഒന്ന് കൂടിപ്പോയാലോ, അല്ലെങ്കിൽ 5Gയുടെ നെറ്റ് ഒന്ന് കണക്ടിവിറ്റി ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാലോ, അതായത് മുകളിൽ പോയിട്ട് നമ്മളുടെ ടവറിൽ പോയിട്ട് തിരിച്ചടിച്ച് തിരിച്ചു വരുന്ന സമയം ഒന്ന് കൂടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചിലപ്പോൾ പാളാനായിട്ടുള്ള സാധ്യതയില്ലേ? ഉണ്ട്. സോ നിയർ സീറോ ലേറ്റൻസിയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം? നിയർ സീറോ ലേറ്റൻസിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഓപ്പറേഷൻ റിയൽ ടൈമിൽ തന്നെ നമുക്ക് റോബോട്ടിക് ഓപ്പറേഷൻസുകൾ നടത്താം. ദെൻ റിയൽ ടൈം ഗെയിമിങ്ങിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൂടും. ദെൻ ഇപ്പോ നമ്മളുടെ കാറുകൾ ഉണ്ടല്ലോ, ടെസ്ല പോലെയുള്ള ഓട്ടോമേറ്റഡ് കാറുകൾ. ഈ ഓട്ടോമേറ്റഡ് കാറുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് ഇന്റർനെറ്റ് ത്രൂ കണക്ട് ചെയ്തുകൊണ്ട് ഡിസിഷൻ മേക്കിങ്ങുകൾ, അതായത് കാറുകളുടെ ഡിസിഷൻ മേക്കിങ്ങുകൾ ക്ലൗഡ് സർവീസുകളിലേക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ കാറുകളുടെ പ്രോഗ്രാമിംഗ് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ പോലെ ക്ലൗഡിൽ സ്റ്റോർ ചെയ്താൽ മതി, ദെൻ ഇന്റർനെറ്റ് ത്രൂ കണക്ട് ചെയ്യും. സോ അങ്ങനെയുള്ള സിസ്റ്റങ്ങളിലേക്കെല്ലാം നമ്മളുടെ 6G ടെക്നോളജി യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ മറ്റൊരു പ്രത്യേകത, 6G ടെക്നോളജിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ യൂട്ടിലൈസ് ചെയ്യും. AI പവേർഡ് ഇന്റലിജൻസ് ആണ് നമ്മളിവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മളുടെ ഫോണിലൊക്കെ എങ്ങനെയായിരിക്കും? അപ്പോൾ ഒരു TB ഫയലൊക്കെ, അതായത് 2-3 സിനിമകളൊക്കെ ഒരുമിച്ച് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള സ്പീഡിലേക്ക് നമ്മളുടെ ഫോണുകൾ മാറും, അല്ലെങ്കിൽ നമ്മുടെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി മാറും. ഓക്കെ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ മറ്റേ 29 രൂപയുടെ, എന്റെയൊക്കെ ചെറുപ്പത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഒരു 29 രൂപയുടെ ഒരു കാർഡ് വാങ്ങിക്കണം. അതിലിങ്ങനെ മറ്റേ നമ്മളുടെ കോയിൻ യൂസ് ചെയ്തുകൊണ്ട് സ്ക്രബ് ചെയ്തിട്ട് ആ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ വിളിച്ചു പറയുകയോ എന്തൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇന്റർനെറ്റ് കിട്ടുന്നത്. 300 MBക്ക് 29 രൂപയായിരുന്നു. ഇന്ന് 29 രൂപയ്ക്ക് 2 GB നെറ്റ് കിട്ടും. സോ ഇന്ത്യയുടെ 6G വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പില്ലറിലാണ് ഒതുങ്ങിയിരിക്കുന്നത്. 3 പില്ലറാണ് ഇന്ത്യയുടെ 6G വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്ന് അഫോർഡബിലിറ്റി, അഫോർഡബിൾ ആയിട്ടുള്ള ഇന്റർനെറ്റ് ഫെസിലിറ്റി കൊടുക്കാനായിട്ട് പറ്റണം. 2 സസ്റ്റൈനബിലിറ്റി, സ്പെക്ട്രങ്ങൾ നമ്മൾ സെല്ല് ചെയ്യുകയാണ്, നമ്മൾ ടവറുകൾ സ്ഥാപിക്കുകയാണ്, പക്ഷേ സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. 3 യുബിക്വിറ്റി ഓർ യൂണിവേഴ്സാലിറ്റി. എന്താണ്? എല്ലാവരിലേക്കും സെയിം കവറേജ്. നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊരു പ്രത്യേക പോളിസി ഇല്ല, അല്ലെങ്കിൽ റൂറൽ ഏരിയയെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊരു പ്രത്യേക പോളിസി ഇല്ല. സോ യുബിക്വിറ്റി ഓർ യൂണിവേഴ്സാലിറ്റി എന്ന് പറയുന്ന 3 പ്രിൻസിപ്പിളിലാണ് നമ്മളുടെ 6G വിഷൻ രൂപീകരിച്ചിരിക്കുന്നത്. ഇയാള് ഈ 6G വിഷനെ കുറിച്ചിട്ട് ഇപ്പൊ എന്തിനാ ഞങ്ങളോട് സംസാരിക്കുന്നത്? ഇയാൾ പറഞ്ഞു PIBയിൽ നിന്ന് എടുത്ത ന്യൂസ് ആണ്. ഇയാൾക്ക് വേറെ ന്യൂസ് ഒന്നും കിട്ടാത്തതുകൊണ്ട് PIBയും കൂടി പോയി സെർച്ച് ചെയ്തിട്ട് ഒരു ന്യൂസ് കൊണ്ടുവന്നിരിക്കുകയാണ്. അല്ല, കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയില് നമ്മളുടെ മോദിജി ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ഏഷ്യൻ ഇവന്റ് ഉദ്ഘാടനം ചെയ്തു. എവിടെ വെച്ചിട്ടാണ്? നമ്മുടെ ന്യൂഡൽഹിയിൽ വെച്ചിട്ട്. ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യയിലുള്ള എല്ലാ പ്രമുഖ ടെക്നോളജിക്കൽ ആയിട്ടുള്ള ആളുകളും വരികയും
അവിടെ അവരുടെ ന്യൂ ടെക്നോളജിയെ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന, അതായത് നമ്മുടെ മാതൃഭൂമിയുടെ എന്താണ് നമ്മളുടെ ഈ മറൈൻ ഡ്രൈവില്, എറണാകുളം മറൈൻ ഡ്രൈവില് മാതൃഭൂമിയുടെ ഓരോ എക്സ്പോകൾ നടക്കാറില്ലേ, അതേപോലെ ലോകത്തെ ടെക്നോളജികൾ പ്രദർശിപ്പിക്കാനായിട്ടുള്ള ഒരു എക്സ്പോയാണ് എന്ത്, ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ മാത്രമായിട്ട് ലിമിറ്റ് ചെയ്യേണ്ട, ഇതൊരു ഏഷ്യയുടെ ഒരു വലിയ ഉത്സവം തന്നെയാണ്. അവിടെ നമ്മുടെ മോദിജി പോയിട്ട് ഇന്ത്യയുടെ ഒരുപാട് ടെക്നോളജികളെ കുറിച്ചിട്ട്, ഇന്ത്യയുടെ ഒരുപാട് പ്രദർശനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതിൽ പെട്ട ഒരു പ്രദർശനമായിരുന്നു നമ്മളുടെ 6G ടെക്നോളജിയെ കുറിച്ചിട്ടും ഇന്ത്യയുടെ 6G വിഷനെ കുറിച്ചിട്ടും ഉള്ള ഒരു ഇത് പ്രദർശനം. സോ അതുകൊണ്ടാണ് PIBയിൽ ഈ ഒരു ന്യൂസ് വന്നത്. സോ അത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഒരു 2 സ്റ്റേജ്, അതായത് 2030 കൂടിയിട്ട് 6G ഇന്ത്യയിൽ പ്രാവർത്തികമാക്കാനായിട്ട്, അതായത് 2047 ആകുമ്പോഴേ എല്ലാവർക്കും കിട്ടിക്കൊടുങ്ങുള്ളൂ. പക്ഷേ ഇതിന്റെ ബേസിക്കുകൾ 6G അലയൻസ്, ഇന്റർനാഷണൽ 6G അലയൻസ് എന്ന് പറയുന്ന ഒരു കാര്യം ഇന്ത്യ ചെയ്യുന്നുണ്ട്. അതിൽ ടെക്നോളജിക്കലി കണക്ട് ചെയ്യാനായിട്ട്, ദെൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫെസിലിറ്റീസിനെ കണക്ട് ചെയ്യാനായിട്ട്, ലോകത്തുള്ള കമ്പനീസിനെ കണക്ട് ചെയ്തുകൊണ്ട് ഏറ്റവും ബെറ്റർ ടെക്നോളജി ഇന്ത്യയിലേക്ക് വരുത്താനായിട്ട് ഇന്ത്യ ഒരു 6G അലയൻസ് കൂടിയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സോ അതിന്റെ ഒരു പ്രവർത്തനമൊക്കെ, ഈ 6G അലയൻസിന്റെ ഒരു പ്രവർത്തനമൊക്കെ 2030 കൂടിയിട്ട് 2 സ്റ്റേജിലായിരിക്കും നടക്കുന്നത്. 2022 മുതൽ 2025 വരെ ഫേസ് 1 എന്നും 2026 മുതൽ 2030 വരെ ഫേസ് 2 എന്നുള്ളൊരു കാലഘട്ടത്തിൽ നീങ്ങുന്ന ഒരു ദ്രുതഗതിയിൽ നീങ്ങുന്ന ഒരു പ്രവർത്തനമാണ് 6G ടെക്നോളജിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ പ്രിലിംസിന് ഒരു ചോദ്യമാകാനായിട്ട് സാധ്യതയുണ്ടോ? ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചൂടെ, 6G ടെക്നോളജി വർക്ക് അണ്ടർ ദ 30 GHz to 300 GHz millimeter വേവ് സ്പെക്ട്രം. അല്ല, അത് 5G സ്പെക്ട്രം ആണ് വർക്ക് ചെയ്യുന്നത്. 30 GHz തുടങ്ങി 300 GHz വരെ. നമ്മളുടെ 6G പ്രവർത്തിക്കുന്നത് 300-ന് എബവ് ഉള്ള വേവ് സ്പെക്ട്രത്തിലാണ്. സോ വേവ് സ്പെക്ട്രം ഒക്കെ 6Gയുടെ വേവ് സ്പെക്ട്രം ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ കൃത്യമായിട്ട് പറയും. ഓക്കെ, സോ അന്ന് ഇത് വീണ്ടും വാർത്തയിൽ വരും. അപ്പൊ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. സോ 6G ടെക്നോളജിയൊക്കെ വരുന്നതിന് മുൻപേ നമ്മൾ എല്ലാവരും സിവിൽ സർവീസിലേക്ക് കയറാനായിട്ട് പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇന്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട് നല്ല നല്ല പ്രവർത്തനങ്ങൾ നമ്മളുടെ ഡിപ്ലോമസിയിൽ നടത്താനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഗവർണൻസിൽ നടത്താനായിട്ട് സാധിക്കും. സോ 6G ടെക്നോളജി ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു സെൻട്രൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസുകളെ കുറിച്ചിട്ടാണ്. സെൻട്രലിന്റെ പബ്ലിക് സെക്ടർ എന്റർപ്രൈസുകളെ നമ്മൾ പ്രധാനമായിട്ടും 3 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഏതാണ് ആ കാറ്റഗറൈസേഷൻ? ഒന്ന് രത്നകളാണ്, അതായത് മിനി രത്ന, നവരത്ന, മഹാരത്ന. എന്തിന്റെ ബേസിസിലാണ് ഇതിനെ ഇങ്ങനെ 3 കാറ്റഗറൈസ് ചെയ്യുന്നത്? ഇതിന്റെ ഓപ്പറേഷന്റെ ബേസിസിൽ, ഇതിന്റെ പ്രവർത്തന ലാഭത്തിന്റെ ബേസിസിൽ, പ്രോഫിറ്റിന്റെയും നെറ്റ്വർത്തിന്റെയും ബേസിസിൽ. ഇതിനെയാണ് 3 നമ്മളുടെ സെൻട്രൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസുകളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് മിനി രത്ന, നവരത്ന 9 നവരത്നങ്ങൾ, ദെൻ നമ്മളുടെ മഹാരത്ന എന്ന് പറയുന്ന 3 കാറ്റഗറീസ്. ദെൻ സെന്റർ കറന്റ് എന്ത് ചെയ്യാണ്? സെന്റർ കറന്റ് നമ്മളുടെ ഈ രത്ന ക്ലാസിഫിക്കേഷനെ ഒന്നുകൂടിയിട്ട് എലാബറേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. എലാബറേറ്റ് ചെയ്തിട്ടില്ല, ചെയ്യാനായിട്ട് പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു വാർത്തയാണ്. സോ മിനിരത്ന എന്ന് പറയുന്ന 74ഓളം ഫേമുകളുണ്ട്, നവരത്ന എന്ന് പറയുന്ന 26 ഫേമുകളുണ്ട്, മഹാരത്ന എന്ന് പറയുന്ന 14 ഫേമുകളുണ്ട്. സോ പണ്ടത്തെ ഡിവിഷനാണിത്. ഈ ഡിവിഷൻ പ്രകാരം എന്താണ് പ്രോഫിറ്റബിലിറ്റിയുടെ, നെറ്റ്വർത്തിന്റെ, അങ്ങനെയുള്ള ലാഭത്തിന്റെ വിഹിതത്തിലാണ് നമ്മൾ ഇങ്ങനെ ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇപ്പോ മഹാരത്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫേമുകളായിരിക്കും. ദെൻ നവരത്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര കോടി പ്രോഫിറ്റുകൾ അല്ലെങ്കിൽ നെറ്റ്വർത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഇതായിരിക്കും നമ്മളുടെ ഫേമുകളായിരിക്കും. സോ എങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ അതിനുശേഷം ഇപ്പൊ കറന്റ് നമ്മൾ എന്ത് തീരുമാനിച്ചു? 2 രത്നാസിനെ കൂടിയിട്ട് ആഡ് ചെയ്യണം എന്ന് നമ്മൾ പ്ലാൻ ചെയ്തു. ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല, പ്ലാൻ ചെയ്തു. ഓക്കെ, സോ അതെന്തിന്റെ ബേസിസിലാണ്? കോർപ്പറേറ്റ് ഗവർണൻസിന്റെ ബേസിസിൽ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ ബേസിസിൽ. അതായത് ഒരു കമ്പനി ഉണ്ട്, KSRTC എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. ഇവര് ചെയ്യുന്നതെല്ലാം പെൻഷൻ കൊടുക്കാനും സാലറി കൊടുക്കാനുമാണ്. പക്ഷേ ഇവരുടെ മുൻകാല പുണ്യം കൊണ്ട്, അല്ലെങ്കിൽ മുൻകാല ആളുകളുടെ പ്രവർത്തനം കൊണ്ട് ഇവര് കുറച്ച് ലാഭത്തിലാണ്. അങ്ങനെയുള്ള കമ്പനി മുന്നോട്ടും ലാഭത്തിലേക്ക് പോകുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ഞാൻ KSRTC ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. KSRTC അത്ര വലിയ ലാഭത്തിലൊന്നും അല്ല,
പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അത് പുരോഗമിക്കുന്നുണ്ട്, കണ്ടറിയാം നമുക്ക്. അത് കേരളത്തിന്റെ എക്സാമ്പിൾ ആണ്. മിനിരത്നയിലും നവരത്നയിലും ഒന്നും പെടുന്ന ഒരു എക്സാമ്പിൾ അല്ല, ഞാൻ എക്സാമ്പിൾ പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, സോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ ഒരു ഫേം എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രാക്ടീസസിൽ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ലീഡർഷിപ്പിലും ഡെവലപ്മെന്റിലും എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ പുതിയ കാറ്റഗറൈസേഷൻ. പ്രോഫിറ്റ് മാത്രമല്ല സസ്റ്റൈനബിലിറ്റി, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, കോർപ്പറേറ്റ് ഗവർണൻസ്. ചിലതൊക്കെ നല്ല കമ്പനീസ് ആയിരിക്കും, പക്ഷേ അവിടെ പ്രവർത്തിക്കണമെങ്കിൽ പട്ടിപ്പണിയായിരിക്കും. ഓക്കെ, സോ അങ്ങനെയുള്ള കമ്പനീസ് ഉണ്ടാവും. കോർപ്പറേറ്റ് ഗവർണൻസ് വളരെ ശോകമായിരിക്കും. എംപ്ലോയ്മെന്റ് ടേൺ ഓവർ റേഷ്യോ വളരെ കൂടുതലായിരിക്കും. സോ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, ആ കമ്പനി ഒരു ലോങ് ടേമിൽ എക്സിറ്റ് ചെയ്യില്ല. സോ ഈ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടായിരിക്കും പുതിയ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ നവരത്ന ക്ലാസിഫിക്കേഷൻസ് മനസ്സിലായല്ലോ. 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, 2 ക്ലാസിഫിക്കേഷൻ കൂടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ ക്ലാസിഫിക്കേഷൻസ് ഒന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകുന്നതിന് മുൻപേ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക. ദ ടേം ഔട്ട് ഓഫ് ടൈം ഓർഡർ കോറിലേറ്റർ. എല്ലാവരും തിരിച്ച് മറ്റേ നവരത്നയിൽ നിന്ന് തിരിച്ചു വന്നു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു ടോപ്പിക്കാണ്, പുതിയൊരു ന്യൂസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുൻപ് ഒരു ചോദ്യം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. ഏതാണ്? ദ ടേം ഔട്ട് ഓഫ് ടൈം ഓർഡർ കോറിലേറ്റർ റീസെന്റ്ലി സീൻ ഇൻ ന്യൂസ് ഈസ് റിലേറ്റഡ് ടു. എന്താണ്? അപ്പൊ നമ്മൾ കേൾക്കാത്തൊരു ടേമാണ്. ഇങ്ങനെ ചിലപ്പോ UPSCക്ക് മെയിൻ പ്രിലിമിനറി എക്സാമിനേഷനിൽ ഒരു ചോദ്യം വന്നേക്കാം. അപ്പോ ഔട്ട് ഓഫ് ടൈം ഓർഡർ കോറിലേറ്റർ. ഔട്ട് ഓഫ് ടൈം. അപ്പൊ ഞാൻ നമ്മളുടെ 2 മണിക്കൂർ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ ഒരു ചോദ്യം കാണുകയാണ്. ഓ, ടൈം ഇല്ല എന്ന് വെമ്മാര് തന്നെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. സോ ഔട്ട് ഓഫ് ടൈം ഓർഡർ കോറിലേറ്റർ. ഞാൻ ആ പേര് ഒന്നുകൂടി വായിച്ചു, എനിക്ക് കണക്ട് ചെയ്യാനേ പറ്റുന്നില്ല. എനിക്കറിയാവുന്ന ഒരു സാധനമുണ്ട്, ഔട്ട് ഓഫ് ടൈം തീർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓർഡർ എനിക്കറിയാം. കോറിലേറ്റർ സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളാണോ? ഞാൻ ചിന്തിച്ചു. ഓക്കെ, എന്നിട്ട് ഞാനൊന്ന് ഓപ്ഷൻ വായിച്ചു. മെഷർമെന്റ് ഓഫ് ക്വാണ്ടം chaos ആൻഡ് ഇൻഫോർമേഷൻ സ്ക്രാംബ്ലിംഗ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, സിൻക്രണൈസേഷൻ ഓഫ് അറ്റോമിക് ക്ലോക്സ്, റിഡക്ഷൻ ഓഫ് ടൈം കോംപ്ലക്സിറ്റി ഇൻ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഓഫ് ടെമ്പറേച്ചർ വേരിയേഷൻ ഇൻ ക്ലൈമറ്റ് മോഡൽ. എനിക്ക് ഉറപ്പായി ഡി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും ആവില്ല അത്. സോ കോറിലേറ്റർ എന്ന് കാണുമ്പോൾ UPSC തെറ്റിക്കാനായിട്ട് ഇടുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഡി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഓഫ് ടെമ്പറേച്ചർ വേരിയേഷൻ ഇൻ ക്ലൈമറ്റ് മോഡൽ എനിക്ക് ഉറപ്പായി. അതായത് ആ ഉറപ്പ് എങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ചെയ്ത് പരിശീലിക്കുമ്പോൾ UPSC എങ്ങനെ ചിന്തിക്കും എന്നൊരു രീതി നമുക്ക് വരും. ഓക്കെ, സോ കോറിലേറ്റർ ഞാൻ ഫസ്റ്റ് എക്സാമിനേഷൻ എഴുതിയപ്പോൾ അല്ലെങ്കിൽ 2023 എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞപ്പോൾ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, വറ്റക്കിരുത്തുക. ഞാൻ വേറെ എന്തൊക്കെയോ വായിച്ചിട്ട് ആ ഉത്തരം തെറ്റായിട്ട് മാർക്ക് ചെയ്തു. ആൻസർ പേപ്പർ എന്താണ്, നമ്മളുടെ എക്സാമിനേഷൻ ഹോളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഒന്നുകൂടി വായിച്ചു നോക്കിയപ്പോഴാണ് ഇതല്ലല്ലോ ആൻസർ, നമുക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റുമായിരുന്നതാണല്ലോ ആൻസർ എന്ന് എനിക്ക് ആ ചോദ്യം കണ്ടപ്പോൾ മനസ്സിലായത്. ഓക്കെ, ഹിസ്റ്ററിയിൽ നിന്നുള്ള ചോദ്യമായിരുന്നു. വറ്റക്കിരുത്തുകയോ അങ്ങനെ എന്തോ ആയിരുന്നു ആ ക്വസ്റ്റിന്റെ ഡെഫിനേഷൻ ഉണ്ടായിരുന്നത്. ഓക്കെ, സോ അതുപോലെ നമുക്ക് എല്ലാം അറിയാവുന്ന ചോദ്യങ്ങളായിരിക്കില്ല UPSC ചോദിക്കുക. ഇങ്ങനെയുള്ളൊരു ചോദ്യം ചോദിക്കാം, ഔട്ട് ഓഫ് ടൈം ഓർഡർ കോറിലേറ്റർ. അപ്പൊ കോറിലേറ്റർ കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ നേരെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിലേക്ക് പോകരുത്. കോറിലേറ്റർ സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടേമാണ്, പക്ഷേ ഇത് മൊത്തം സ്റ്റാറ്റിസ്റ്റിക്സുമായി അടുത്തുള്ള ടേം ആണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറയാനായിട്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഉറപ്പിക്കാനായിട്ട് സാധിക്കില്ല. സോ സ്റ്റേറ്റ്മെന്റ് ഡിയിലേക്ക് നിങ്ങൾ പോവാതിരിക്കുക എന്നുള്ളതാണ് ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ ഉത്തരം നമുക്ക് പറയാം. അതിനു മുൻപ് ഇന്നലത്തെ ന്യൂസ് ഒന്ന് നോക്കണം. ഗൂഗിൾസ് ക്വാണ്ടം ബ്രേക്ക് ത്രൂ വില്ലോ അച്ചീവ് വെരിഫയബിൾ ക്വാണ്ടം അഡ്വാൻറ്റേജ്. ഗൂഗിളിന്റെ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ആണ് വില്ലോ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഈ വർഷത്തെ ഫിസിക്സിനുള്ള നോബൽ പ്രൈസ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ ക്വാണ്ടം ടണലിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയ്ക്കാണ് കിട്ടിയിരിക്കുന്നത് നമ്മൾ പഠിച്ചു. 2025 ഇന്റർനാഷണൽ ഇയർ ഫോർ ക്വാണ്ടം സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇയർ ആണെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, സോ
വില്ലോ എന്ന് പറയുന്ന നമ്മളുടെ ഗൂഗിളിന്റെ ക്വാണ്ടം എന്താണ് കമ്പ്യൂട്ടർ കുറച്ചും കൂടി ക്ലാസിക്കൽ കമ്പ്യൂട്ടറുമായിട്ട് ചില അഡ്വാൻറ്റേജുകൾ, ചില ബ്രേക്ക് ത്രൂകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അത് ഒരു വാർത്തയായിട്ട് വന്നിരിക്കുകയാണ്. സോ എന്താണ് ഈ ക്വാണ്ടം അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ക്വാണ്ടം അഡ്വാൻറ്റേജ് റെപ്രസെന്റ് ദ ക്രിട്ടിക്കൽ ത്രെഷ്ഹോൾഡ്. ക്ലാസിക്കൽ കമ്പ്യൂട്ടറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിനുള്ള ഒരു അഡ്വാൻറ്റേജിനെയാണ് ക്വാണ്ടം അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള കാര്യം, അതായത് UPSC പ്രിപ്പയർ ചെയ്യാനായിട്ട് കറന്റ് അഫയേഴ്സ് പഠിച്ചിട്ടുള്ളവർക്ക് UPSC പേപ്പറിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാകും. സോ കറന്റ് അഫയേഴ്സ് അഡ്വാൻറ്റേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വിളിക്കാം. അതുപോലെ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന് ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സിലുള്ള അഡ്വാൻറ്റേജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്വാണ്ടം അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഈ ക്വാണ്ടം അഡ്വാൻറ്റേജ് വെരിഫൈ ചെയ്തിരിക്കുകയാണ് വില്ലോ എന്ന് പറയുന്ന ക്വാണ്ടം കമ്പ്യൂട്ടർ. എന്താണ് വില്ലോ എന്ന് പറയുന്ന ക്വാണ്ടം കമ്പ്യൂട്ടർ? ദെൻ വാട്ട് ഈസ് ഔട്ട് ഓഫ് ടൈം ഓർഡർ കോറിലേറ്റർ? സോ ഈ ഔട്ട് ഓഫ് ടൈം ഓർഡർ കോറിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇൻഫോർമേഷൻസ് സ്ക്രാമ്പിൾ ചെയ്തിരിക്കുന്നത്? അതായത് ഒരു നമ്മളുടെ ക്ലാസിക്കൽ കമ്പ്യൂട്ടർ ചെയ്യുന്നത് ഒരു 7 വർഷം 8 വർഷം കൊണ്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിങ് ചിലപ്പോ ക്വാണ്ടം കമ്പ്യൂട്ടിങ് 1 മിനിറ്റ് കൊണ്ടോ 10 മിനിറ്റ് കൊണ്ടോ ചെയ്യാം. ഓക്കെ, സോ എങ്ങനെയാണ് ഈ ഇൻഫോർമേഷൻസ് ക്വാണ്ടം കമ്പ്യൂട്ടറിൽ സ്ക്രാമ്പിൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഔട്ട് ഓഫ് ടൈം ഓർഡർ കോറിലേറ്റേഴ്സ് ഡിഫൈൻ ചെയ്യുന്നത്. ഇറ്റ്സ് എ മെഷർമെന്റ്. എന്തിന്റെ മെഷർമെന്റ് ആണ്? സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന്റെ പെർഫോമൻസിന്റെ മെഷർമെന്റ്. ഓക്കെ, നമ്മൾ ഫോൺ വാങ്ങിക്കുമ്പോൾ എന്താ പറയുന്നത്? നമ്മളൊരു ക്ലാസിക്കൽ കമ്പ്യൂട്ടർ, നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് ക്ലാസിക്കൽ കമ്പ്യൂട്ടർ ആണ് അല്ലെ, HP-യുടെ ലെനോവോയുടെ ക്ലാസിക്കൽ കമ്പ്യൂട്ടർ. ഇത് വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്ത് നോക്കും? ഇതിന്റെ പെർഫോമൻസ് നോക്കിയിട്ടല്ലേ നമ്മൾ വാങ്ങിക്കുന്നത്. 4GB റാം, 62GB ഇന്റേണൽ മെമ്മറി, ദെൻ i3 പ്രോസസർ ആണ്, അപ്പൊ നന്നായിട്ട് പ്രോസസ് ചെയ്തോളും എന്ന് നമ്മൾ പറയും. അതുപോലെ നമ്മൾ ക്വാണ്ടം കമ്പ്യൂട്ടർ വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഔട്ട് ഓഫ് ടൈം ഓർഡർ കോറിലേറ്റർ മെഷർമെന്റ് നോക്കിയിട്ട് നല്ല ക്വാണ്ടം കമ്പ്യൂട്ടർ വാങ്ങിക്കേണ്ട സ്ഥിതി ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ വരും. അതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മളുടെ വില്ലോ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ്. എന്ത് ചെയ്തു? ക്വാണ്ടം അഡ്വാൻറ്റേജ്, ക്ലാസിക്കൽ കമ്പ്യൂട്ടറുമായിട്ടുള്ള ക്വാണ്ടം അഡ്വാൻറ്റേജ് വെരിഫൈ ചെയ്തു. ഓക്കെ, സോ ഇനി നമ്മളുടെ ക്വസ്റ്റിനേക്ക് ഒന്ന് വന്നേ. ഔട്ട് ഓഫ് ടൈം ഓർഡർ കോറിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസെന്റ് സീൻ ഇൻ ന്യൂസ് ഈസ് റിലേറ്റഡ് ടു മെഷർമെന്റ് ഓഫ് ക്വാണ്ടം കാവോസ് ആൻഡ് ഇൻഫർമേഷൻ സ്ക്രാംബ്ലിംഗ്. ഓക്കെ, ക്വാണ്ടം കാവോസ് ആൻഡ് ഇൻഫർമേഷൻ സ്ക്രാംബ്ലിംഗിന്റെ മെഷർമെന്റ് ആണ് നമ്മളുടെ ഔട്ട് ഓഫ് ടൈം ഓർഡർ കോറിലേറ്റർ. ഔട്ട് ഓഫ് ടൈം ഓർഡർ കോറിലേറ്റർ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ പോലും ആ ഒരു പേര് കേട്ടിട്ടുണ്ടെങ്കിൽ ആൻസറിലേക്ക് എത്താം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യരുത്? എനിക്ക് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഔട്ട് ഓഫ് ടൈം ഓർഡർ കോറിലേറ്റർ മനസ്സിലാക്കണം എന്നുള്ളതല്ല. കോറിലേറ്റർ എന്ന് പറയുന്ന ഒരു വാക്ക് കേട്ടിട്ട്, അല്ലെങ്കിൽ കോറിലേഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് കേട്ടിട്ട് നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഓഫ് ടെമ്പറേച്ചർ വേരിയേഷൻ ഇൻ ക്ലൈമറ്റ് മോഡൽ എന്ന് പറയുന്നതിലേക്കൊന്നും പോകരുത്. ഓക്കെ, മനസ്സിലായല്ലോ? അത് UPSC കൊടുക്കാനായിട്ട് ഇട്ടിരിക്കുന്ന ചോദ്യങ്ങളാണ്. അങ്ങനെയുള്ള കൊടുക്കാനായിട്ടുള്ള ഓപ്ഷനുകൾ നമ്മളുടെ മുന്നിലുണ്ട്. അത് തിരിച്ചറിയുക, അതിനെതിരെ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്ത് കളയുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ഡീല് കുത്തിയിട്ട് ഇത്രയും സിമ്പിൾ ചോദ്യങ്ങളൊക്കെയാണോ, ഇങ്ങനെ ഗസ് വർക്കിലൂടെ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളൊക്കെയാണോ UPSC ചെയ്യുന്നത്, കുറച്ചും കൂടി ടഫർ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നൂടെ എന്ന് നമ്മളൊരു ചോദ്യം ചോദിക്കും. സോ അങ്ങനെയുള്ള രീതിയിലേക്കൊന്നും പോകണ്ട. എന്താണ് ഈ സാധനം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ദെൻ വേറെ ഒന്നുമില്ല. ഇതാണ് ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് ഡിസ്കഷൻ. സോ ഇന്നത്തെ ന്യൂസ് അനാലിസിസ് ഇവിടെ എൻഡ് ചെയ്തിരിക്കുകയാണ്. താങ്ക് യു.